അജോ, നിങ്ങൾ എത്ര വട്ടം വാൾപ്പാറ അങ്ങനെ ആതിരപ്പള്ളി റൂട്ടിൽ വന്നിങ്ങനെ? വാൾപ്പാറ ഞാൻ 2ാം തവണ വരുന്നത്. ആദ്യത്തെ തവണ ബൈക്കിലാണ്, കുറേ മുന്നേ. ഇപ്പം അടുത്തൊന്നുമല്ല കേട്ടോ, 5 വർഷം മുന്നേ. നല്ല രസമായിരുന്നു അന്ന്. മഴയുള്ള സമയത്തോ? മഴയുള്ള സമയത്തല്ല, അന്ന് ഇതേപോലെ ഡിസംബറിൽ തണുപ്പുള്ള സമയം. ഇത് 2ാം തവണയാണ്, പക്ഷേ നല്ല രസമായി ജൂണിൽ വരുമ്പം. കാക്കു എത്ര തവണ വന്ന്? ഞാൻ കുറേ വട്ടം വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് വരുന്നത് ഭയങ്കര രസമാണ്. ഈ ഫസ്റ്റ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കരുളായി KMHS കരുളായിൽ ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു, സബ് ജില്ലാ കലോത്സവത്തിൽ. അപ്പോൾ എക്സിബിഷൻ കാണാൻ വന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഷബീർ ഉസ്തി. ഓൻ വന്നിട്ട് എക്സിബിഷൻ ഇങ്ങനെ കണ്ടു പറഞ്ഞേ, വാൾപ്പാറ അറിയുന്ന ഒരു സ്ഥലമുണ്ട്, ഈ വാൾപ്പാറ ഒരു കറുത്ത ടൈപ്പ് കുരങ്ങുണ്ട് പറഞ്ഞു. ഇന്നൊന്ന് കാണണല്ലോ പറഞ്ഞാണ്ട് അങ്ങനെ പോയത് ഞങ്ങൾ ബൈക്കിൽ. പൊള്ളാച്ചി പോയി അങ്ങനെ കയറി. അവിടുന്ന് ഇങ്ങനെ ആൾക്കാരോടൊക്കെ ചോദിച്ചു എവിടെയാണ് ഈ സാധനം ഉള്ളതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞ് ഈ സിംഗവാല കുരങ്ങാണോ ചോദിച്ചു ഇങ്ങോട്ട്. എന്നാ അതാവും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ കുരങ്ങനെ കണ്ടപ്പോഴേ അപ്പോൾ സിംഹവാലം കുരങ്ങാണേ. അപ്പോൾ അത് മനസ്സിലായത്. ഓൻ അതിൻ്റെ പേരറിയില്ലായിരുന്നു. സിംഹവാലം കുരങ്ങാണെന്നില്ല അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലാണ്. ഭയങ്കര അനുഭവം കേട്ടോ. ഫോറസ്റ്റുകൾ കാണുന്ന, പക്ഷെ അതെങ്ങനെ നഗരത്തിലാണോ? പിന്നെ വാൾപ്പാറ അറിയുന്ന ഒരു ടൗൺഷിപ്പാണ്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് ശരിക്കും അതൊരു കാടാണ് മൊത്തം ഏരിയ. ആ കാട്ടിലൂടെ നമുക്കിങ്ങനെ പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ തന്നെ കാണാം 30-40 ഒക്കെ കൂട്ടങ്ങളുണ്ട് അവിടെ. സിംഹവാലം കുരങ്ങിന്റെ കൂട്ടങ്ങളുണ്ട്, രസം കാണാം. പിന്നെ ആ റോട്ടിലൂടെ പോകുന്ന സമയത്ത് വരയാടിനൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഈ ആതിരപ്പള്ളി ഈ റോട്ടില്ലേ, ഇത് ഏകദേശം 60 കിലോമീറ്റർ 63 കിലോമീറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് മഴക്കാടുകളല്ലേ. നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാളൊക്കെ അവിടെ താഴത്താണ്. നമ്മൾ ഈ റോട്ടിനോട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് തന്നെ സീ ലെവലിൽ നിന്ന് ഇങ്ങനെ ഉയരുന്ന സാധനം നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. എങ്ങനെ തണുപ്പൊക്കെ വരുന്നതും മഴനെ ആസ്വദിക്കാനൊക്കെ പറ്റുന്ന റോഡാണ്. ഞങ്ങൾ വരുന്നൊരു സമയത്തേ ക്യാമറ ഞാൻ കുറേ വട്ടം വന്നു കേട്ടോ. അതിലൊരു സമയത്ത് വന്നപ്പോൾ എന്ത് അറിയോ, ക്യാമറ ഒക്കെ കെട്ടിക്കൂട്ടിങ്ങാണ്ട് ബാഗിൽ വെച്ച്, പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെ ബാഗിൽ വെച്ചിങ്ങാണ്ട് അടച്ചു വെച്ചിങ്ങാണ്ട് ഞങ്ങൾ വാൾപ്പാറന്ന് നമ്മളെ വീട് വരെ ഫുള്ള് മഴ കൊണ്ട് വന്നിക്കണം. മഴ യാത്ര ഉണ്ട് ഈ റൂട്ട് ഭയങ്കര രസമാട്ടോ. എന്താണെന്നറിയോ, മഴയുള്ള സമയത്ത് പ്രത്യേക രസമുണ്ട് നമുക്ക്. ഈ ഒരു പിന്നെ കാനന ഭംഗിയും അതുപോലെ തന്നെ ഈ അതിരപ്പള്ളി ചാലക്കുടി പുഴ കാണുന്നതിനൊക്കെ ഭയങ്കര രസമാണ്. ഇതിൽ ഒരുമിച്ച് സമാന്തരമായിട്ടാണ് അത് പോകുന്നത്. ഈ റോഡിലൂടെ യാത്ര മാത്രമല്ല, ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ, പക്ഷികളൊക്കെ അടുത്ത് കാണാൻ പറ്റുന്ന റൂട്ടും കൂടിയാണ്. ഇവിടെ ആന ഇറങ്ങലുണ്ട് പലപ്പോഴും. ഉപദ്രവകാരിയൊന്നുമല്ല, പക്ഷെ ഇത് ഈ റോഡ് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡല്ലേ, ഫോറസ്റ്റ് റോഡല്ലേ. അതുകൊണ്ട് തന്നെ ആന റോട്ടിൽ ഇറങ്ങിയാൽ നമ്മൾ പോകണം, കത്തിക്കണം. അവരെ വീടും നാട്ടുകൂടെയല്ലേ നമ്മൾ പോണേ. ആനക്ക് ഇറങ്ങലുണ്ട്. ഇപ്പൊ ആന റാശി ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇപ്പൊ ഇവിടെ കരിങ്കുരങ്ങ്, മ്ലാവ്, പിന്നെന്താ കാട്ടുപോത്തിന്റെ ഇതൊക്കെ ഉണ്ട് അല്ലേ. ഈ കുറെ വട്ടം വന്നിക്കണം റാശിയെ. പക്ഷെ ഇതില് കാറിലാറ് രസേ ബൈക്കിൽ വരുന്നതാണ്. പക്ഷെ ബൈക്ക് ഭയങ്കര ഡേഞ്ചറാണ് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴേ. ഇത് 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ 60 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത് ചെക്ക് പോസ്റ്റിൽ എത്തണം. ഇല്ലെങ്കിൽ പോകാൻ പാടുള്ളൂ. കാടായതുകൊണ്ടാണ്. അതല്ലെങ്കിൽ കുറച്ചുകൂടി സമയം കൊടുക്കായിരുന്നു തോന്നുന്നുണ്ട്. അതെ. പക്ഷെ പറഞ്ഞിട്ട് അത് അത്തരം നിയമങ്ങൾ നല്ലതാ. കാടിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചു പോകുന്നത്. ടൈം ലിമിറ്റ് വെച്ച് എന്തിനാ വെച്ചാൽ ആളുകൾ ഈ ഇറങ്ങുന്നതും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് നാടുകാണിയിലും ഇങ്ങനെയൊക്കെ ചെയ്യാം. ശരിയാ. ഇതില് വേറെ സംഭവം എന്താ അറിയോ, ഇവരൊരു പേപ്പർ ഇരുന്നില്ലേ നമുക്ക്, ഈ പേപ്പറിൽ അവർ എഴുതും വണ്ടിന്റെ പേപ്പറും കാര്യങ്ങൾ, പേരും ഇതൊക്കെ എഴുതും, ഡ്രൈവറെ പേര് എഴുതും, എത്ര ആളുണ്ട് എഴുതും. പിന്നെ നമ്മളെ അടുത്തുള്ള വെള്ളക്കുപ്പികള്, പ്ലാസ്റ്റിക്കിന്റെ കവർ സാധനങ്ങളൊക്കെ അല്ലേ, ഒക്കെ ഇതിൽ എഴുതും. ഇതുപോലെ ഒരു സിസ്റ്റം ചെറുക്കുന്ന നാടുകാണിയിലൊക്കെ വരുത്താട്ടോ. അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഒരു ചുരവും അല്ലെങ്കിൽ ഒരു കാനനപാത ഉണ്ടെങ്കിൽ അത് ഇതാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ചായക്കടകളായിട്ടും പിന്നെ ഈ പറഞ്ഞ റോഡിന്റെ സൈഡിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പോലും ഇവിടെ പ്ലാസ്റ്റിക് പലപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് ആളുകളെ. ഇവിടെ ആനപ്പിണ്ടത്തിൽ പ്ലാസ്റ്റിക് ഉണ്ടാച്ചോ, കുറച്ചും കൂടെ ഒക്കെ സ്ട്രോങ് ആക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് ഈ പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തില്. ഒരു ക്യാമറ വെച്ചാൽ മതി, സിസ്റ്റം വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇനിയിപ്പോ AI വാങ്ങണമെന്ന് ആവശ്യമൊന്നുമില്ല. CCTV ക്യാമറകൾ എത്ര സിസ്റ്റം ഉണ്ട്. പോകുന്ന സ്ഥലത്ത് കുറെ ഫോറസ്റ്റിന്റെ ഓഫീസൊക്കെ അല്ലേ,
പിന്നെ ഈ ഒരു സാധനത്തിന് വേറെ സംഭവം ഉള്ളത് എന്താ അറിയോ, രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കേട്ടോ ഇതിന്റെ അകത്തിലൂടെ പ്രവേശിക്കാൻ പറ്റുള്ളൂ. രാത്രി ഇത് ക്ലോസ്ഡ് ആയി. വൈകുന്നേരം ബൈക്കിനാണെങ്കിൽ 4 മണിക്ക് അതിന്റെ മുൻപായിട്ട് ഇത് ചെയ്യണം, ഇതിലേക്ക് കവർ ചെയ്യണം. അതുപോലെ അതിന്റെ മുമ്പായിട്ട് ഇതിന് അകത്തേക്ക് കയറണം. ഒരു അഭിപ്രായം എന്താ അറിയോ, ഈ ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി വേണ്ട എന്ന് പറയുന്നതിൽ ഒരുപാട് കാരണങ്ങളൊന്ന് ഈ പാതകളൊക്കെ നഷ്ടപ്പെടും. കാരണം ഇത്രയും വലിയൊരു ഡൈവേഴ്സിറ്റി വെള്ളത്തിന്റെ അടിയിലാവുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ശരിക്കും ആ പദ്ധതി ഉപേക്ഷിച്ചത് നന്നായി, അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ തീരുമാനം ഉണ്ടെങ്കിൽ നല്ലതാ. അതിന്റെ വേറെ സംഭവം എന്താ പറയാ ജീവ, ഇവിടെ ഇപ്പൊ താഴത്ത് ഡാം കെട്ടുകയാണ്. ഡാം കെട്ടുമ്പോ എത്ര ഹെക്ടർ മരങ്ങളാണ് ഇതിൽ പോവുക. ഈ ഇപ്പൊ നമ്മളീ പോകുന്ന വഴിയൊക്കെ വെള്ളമായിരിക്കും. അതെ, അപ്പൊ ഇതിലൂടെയുള്ള റൂട്ട് തന്നെ നിൽക്കും എന്ന് മാത്രല്ല, ഇതിലുള്ള മൊത്തം ബയോഡൈവേഴ്സിറ്റി നശിക്കും. ഇപ്പൊ ഒരു 100 മരം നശിക്കാന്ന് വിചാരിച്ചോ, നമ്മൾ 100 മരം നട്ടത് കൊണ്ട് കാര്യമല്ല, ആ കാടിനെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റൂല. പിന്നെ ഇതിൽ അപൂർവമായിട്ടുള്ള മലമുഴക്കി വേഴാമ്പലൊക്കെ ഇതിലുള്ളത്, ഗ്രേറ്റ് ഹോൺബില്ലുള്ളത്, സിംഹവാലം കുരങ്ങുള്ളത്, കനോപ്പിയിൽ മാത്രം കാണുന്ന സിംഹവാലം കുരങ്ങ്. പിന്നെ ഇങ്ങനെ ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് നഷ്ടപ്പെടുന്നുണ്ട്. കരിങ്കുരങ്ങ് എത്ര ഇതുണ്ട്. കരിങ്കുരങ്ങ് എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മൾ പലപ്പോഴും എഴുതി തള്ളാറില്ലേ. ഈ സാധനം എന്താ അറിയോ, ഇത് വെസ്റ്റേൺ ഗഡ്സിൽ എൻഡമിക് ആണ്. എത്ര സ്പീസീസ് ഉണ്ടാവും ഇതില്, എത്ര ജീവങ്ങളുണ്ട്. ഇതിൽ വെള്ളം കുറഞ്ഞാലേ നമുക്ക് താഴത്ത് കുടിവെള്ളം നഷ്ടപ്പെടും. നമ്മള് നിസ്സാരമായിട്ട് ചിന്തിക്കുന്നില്ല. ഇനി വരുന്ന ഉടനീളം നമ്മൾ കണ്ടില്ലേ ഈ ഫോറസ്റ്റ് ഫയറിനെ ചെറുക്കുന്ന പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ വനം വകുപ്പ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്? കാരണം ഇതിൽ കാട്ടിൽ കത്തുകയാണെങ്കിൽ വെള്ളത്തിന് ഇവിടെ ഡ്രൈ ആവും, വെള്ളം കിട്ടൂല. വെള്ളം എന്ന് പറയുന്നത് അത്യാവശ്യമുള്ളൊരു സംഗതിയല്ലേ ഏതൊരു മനുഷ്യനും. ഓക്സിജൻ അത്യാവശ്യമുള്ള സംഗതിയല്ലേ, ഭക്ഷണം അത്യാവശ്യമുള്ള സംഗതിയല്ലേ. പക്ഷെ ഈ റൂട്ടിൽ എന്തായാലും നിർബന്ധമായിട്ടും പോകണം കേട്ടോ. അത് റൂട്ടിൽ അതിന് കുറെ സ്ഥലത്ത് കട്ടറുണ്ട്, ചില സ്ഥലത്തൊന്നും ഒക്കെ ശിക്കണം. പാച്ച് വർക്ക് എടുക്കുന്ന പൈസ മതി, റോഡ് നല്ല വൃത്തിയിൽ ചെയ്യാൻ. ഈ കാനനപാതകളെ അതിന്റെ റീവർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും വേറെ ഏതെങ്കിലും കമ്പനി ഏറ്റെടുക്കണം. കാരണം ഏത് സമയത്തും എപ്പോ ആണെങ്കിലും കംപ്ലൈന്റ് വരുന്നത്, എത്ര നല്ല റോഡാണെങ്കിലും അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഹിമാലയം റോഡുകളെ അതിനെന്താ പറയലേ, അല്ല വെള്ളത്തിന് എന്താ പറയാ, അത് കാനനത്തുള്ളി. നമ്മൾ ഹൈ റേഞ്ചിൽ വരുന്ന റോഡുകളിലെ പ്രത്യേകിച്ച് ഹിമാലയം ഹൈ റേഞ്ച് റോഡുകളിലൊക്കെ ഹിമാലയം റോഡ് സർവീസ് ട്രാൻസ്പോർട്ടേഷന്റെ തന്നെ പ്രത്യേകിച്ച് ആർമി വിങ്ങിന്റെ ഒക്കെ ഒരു 40 വർഷത്തേക്കൊക്കെ അവരെന്ത് ചെയ്യും, ഈ പറഞ്ഞ റീവർക്കുകളും അതിന്റെ മെയിൻ്റെനൻസുമായിട്ട് അവർ ഏറ്റെടുക്കും. അപ്പൊ അവിടെ ചെറിയൊരു പ്രശ്നം ആർമിയാണ്, പക്ഷെ ഒരു ചെറിയ പ്രശ്നം വന്നാൽ അവരെന്ത് ചെയ്യും വെച്ചാൽ അത് വിത്തിൻ ആ ഒരു സ്പാൻ ഓഫ് ടൈമിനകത്ത് അവർ ക്ലിയർ ചെയ്യും. നമ്മുടെ നാട്ടില് പ്രശ്നം എന്ന് വെച്ചാൽ കരാറുകൾ മാത്രമേ ഉള്ളൂ 5 വർഷത്തേക്ക്, അല്ലെങ്കിൽ ആ 5 വർഷത്തെ റിപ്പയറിങ് അവർ പറയുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും കരാറിൽ ഒപ്പിടുന്നില്ല എന്നാണ് ഇപ്പം അടുത്തൊക്കെ നമ്മൾ പല സിനിമകളിൽ കണ്ടത്. ഇപ്പം താൻ പോയി കേസുകളിലൊക്കെ കണ്ടില്ലേ, അങ്ങനെയുള്ള കരാറുകളൊക്കെ അവർ ഒപ്പിടാറില്ല, പകരം അത് ടാറിങ് മാത്രമേ അവർ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നമ്മളുടെ ഒരു പല വകുപ്പുകളും നമ്മൾ കണക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഈ റോഡും ഗതാഗതവും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. അവർ പല പദ്ധതികൾ അവരറിയില്ല. ഏതുപോലെ അറിയോ, നമ്മളവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പില് റോഡ് ഉണ്ടാക്കൂലേ, സെറ്റപ്പില് ഇതൊക്കെ ഹൈവേ അതിനെന്താ റബ്ബറൈസർ റോഡ് ഉണ്ടാക്കും. റബ്ബറൈസർ റോഡൊക്കെ ഉണ്ടാക്കിയാണ് പിറ്റേ ദിവസം വരും ആരും അറിയാം മറ്റേ വാട്ടർ അതോറിറ്റി. അപ്പൊ ആ റോഡ് എത്ര റോഡ് ഉണ്ട് അങ്ങനെ അല്ലേ, എത്ര റോഡ് ഇവിടെ ഇവിടെ ഈ പറഞ്ഞ കാടിന്റെ അകത്തെ വർഷങ്ങൾ പഴക്കമുള്ള ഇത്രയും വർഷങ്ങൾ ഇത് നമുക്കറിയില്ല. ഇന്നലെ ഇപ്പൊ ഈ നമ്മള് എന്താ പറയാ, നമ്മുടെ പറമ്പിക്കുളത്തിന്റെ മറ്റൊരു ഭാഗമാണുള്ളത്. പറമ്പിക്കുളം കോർ ഫോറസ്റ്റിന്റെ ബാക്ക് സൈഡ് ആണിത്. പറമ്പിക്കുളം, നെല്ലിയാമ്പതി, ആനമല ടൈഗർ റിസർവ് ഇതെല്ലാം കൂടെ ചേർന്നാണ് കണക്ഷൻ ഉള്ളതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത്രയധികം പഴയ പിന്നെ അത്രയും പഴക്കമുള്ള മരങ്ങളുള്ള ഒരു കാടാണിത്. ഇനിയും കണ്ടെത്താത്ത എത്രയോ പഴക്കമുള്ള മരങ്ങൾ, കനിമരം പോലും നമുക്കറിയാം. ലോകത്തെ ഏറ്റവും വലിയ തേക്ക് അത് പറമ്പിക്കുളത്തിനകത്താണല്ലോ. അപ്പൊ അങ്ങനെയുള്ള അത് നമുക്ക് ബഫർ സോണിന്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലങ്ങളിലാണ്. അതിന്റെ ചെറിയ ഭാഗം ന്യൂസ് കേൾക്കണ്ടോ, വാൾപ്പാറിന്റെ അകത്ത് അതിലേറെ വലിയ തേക്കുണ്ട് കാടിന്റെ അകത്ത്. പബ്ലിക്കിന് കാണാൻ പറ്റുമെന്നില്ല അറിയില്ല, ഞാൻ കണ്ടില്ല, അങ്ങനെ കേട്ട്, ഞാൻ അങ്ങനെ ന്യൂസ് കേട്ട് കുറെ ആൾക്കാർ പറഞ്ഞായിട്ട്. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പോകണം എന്തായാലും. അതുപോലെ വേറെ നമ്മളിപ്പോ നേരത്തെ ചർച്ച ചെയ്ത വിഷയമല്ലേ, അതായത് ഈ നമ്മൾ വെസ്റ്റേൺ ഗഡ്സിലെ നമ്മൾ പാലക്കാട് ഗ്യാപ്പിനെ പറയാറുണ്ട്, നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ഒരു ചുരം പാത ഇല്ലാത്ത സ്ഥലമാണെന്ന് പറയാറുണ്ട്. അതുപോലെ എനിക്ക് തോന്നിയത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത
അല്ലെങ്കിൽ നമ്മൾ ഓടിച്ചു പോകുമ്പോൾ നമുക്കൊരു ചുരമായിട്ട് തോന്നാത്ത ഒരു മലയോര പാത തന്നെയാണ് ശരിക്കും ഈ റോഡ്. നമുക്കിങ്ങനെ വളവും തിരിവും ഒരുപാട് എയർപിൻ വളവുകളൊക്കെ ഇല്ല, അങ്ങനെ അത്രയും ചുരത്തിലേക്ക് നമ്മൾ കയറി പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാത്ത റോഡാണ് ഈ ആതിരപ്പള്ളി അല്ലേ. 60 കിലോമീറ്റർ അത് പതിയെ നമുക്ക് ഇനി തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ചാലക്കുടി റോഡിലേക്ക് കയറുമ്പോൾ മുതൽ ഇത് വാൾപ്പാറ എത്തുന്നത് വരെ ചുരം തന്നെയാണ്. അത് പതിയെ ഓരോ 10 മീറ്റർ അളവിലാണിത് 1200 മീറ്ററോളം ഉയരത്തിലേക്ക് എത്തുന്നത്. അത് നമുക്ക് സമയത്ത് എത്ര 1200 എലിവേഷനോ അല്ലേ? പിന്നെ ഇവിടെ പുഴകളിലൊക്കെ മുതലയുടെ സാന്നിധ്യം ഉണ്ടെന്നല്ലേ പല സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ പല ആളുകൾ ഇതില് പോകുന്ന സമയത്ത് ഇറങ്ങുന്നുണ്ട്. കണ്ടോ ആളുകൾ ഇവിടെ റോഡ് സൈഡിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അതിന്റെ അപകടാവസ്ഥയെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവരോട് പറയുന്ന സമയത്ത് സീരിയസ് ആയിട്ട് എടുക്കൂല. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിന് താഴെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാള്, അതായത് ആനകളെയൊക്കെ മെരുക്കി അങ്ങനെ ഭീഷണിയുള്ള ആനകളൊക്കെ മെരുക്കിയിട്ട് നമ്മുടെ ഭാഗത്തേക്ക് ആക്കണം എന്നൊരാൾ പരാതി. അപ്പം ഞാൻ പറഞ്ഞു, അത് നാടുകാണി ചുരത്തിൽ ആന ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ആ പോസ്റ്റ് ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എത്ര ആനകളുണ്ട് എന്നൊക്കെ കണക്കെടുത്തിട്ട് എല്ലാവരും നമുക്ക് ടീമായിട്ടൊക്കെ പോയിട്ട് മെരുക്കാമെന്ന് ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞു. അത് പുള്ളിക്കാരെ പറ്റിയില്ല. അപ്പം അതിന് മറുപടി പറഞ്ഞത്, ഞാൻ പറഞ്ഞു നമ്മൾ കാടുകളെ വെട്ടിത്തെളിച്ചാണ് റോഡുകൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഏത് റോഡുകളാണ് ഇവിടെ കാട് വെട്ടിത്തെളിക്കാതെ രൂപപ്പെടുത്തിയത്? അപ്പോൾ അത് അടിസ്ഥാന വിദ്യാഭ്യാസമല്ല അതിൻ്റെ പ്രശ്നം. കാരണം നമ്മുടെ നാട്ടിലുള്ള റോഡൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാക്കിയത്. പക്ഷെ അതിൽ കാടുകൾ ഏതാണ്, ഏത് കാടുകൾ സംരക്ഷിക്കപ്പെടണം, എത്ര തരം കാടുകളുണ്ട്, അതിൽ കോർ സോൺ എവിടെയാണ്, ബഫർ സോൺ എവിടെയാണ്, കാട് സംരക്ഷിച്ചാലുള്ള ഗുണം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനുഷ്യനെ ആലോചിക്കുന്നില്ല. എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ടാണ് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ ആന്ത്രോപോസെൻട്രിക് ആയിട്ടുള്ള മനുഷ്യനാണ് വലുത് എന്ന് ചിന്തിക്കുന്നിടത്ത് വലിയ അപകടം എന്താ വെച്ചാൽ, ഈ നമ്മുടെ ചുറ്റും നമുക്ക് ഉപദ്രവകാരിയായ എല്ലാ മൃഗങ്ങളെയും കൊന്നിറക്കണം, ആനയെ കൊല്ലണം, പിന്നെ പട്ടിയെ കൊല്ലണം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഫുഡ് സൈക്കിളിൽ ഇതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടാവസ്ഥയെക്കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ഒരു ചിന്ത ഇവർക്ക് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. അപ്പം ഞാൻ കൃത്യമായി മറുപടി കൊടുത്തു, ഫേസ്ബുക്കിൽ തന്നെ പറഞ്ഞു, ഇങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന തലമുറയിൽ അങ്ങനെ ബോധം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ അപകടം നാടുകാണി പോലത്തെ എത്രയോ സ്ഥലങ്ങളിൽ ഇങ്ങനെ നശിച്ചു പോകും. എന്നാൽ നമ്മൾ എഡ്യൂക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞ് തള്ളുന്ന അയൽ സംസ്ഥാനങ്ങളിലൊക്കെ കാട് എന്ത് പ്രാധാന്യത്തോടു കൂടിയാണ് സംരക്ഷിക്കുന്നത്. വാൾപ്പാറ നമ്മൾ കയറുന്ന സമയത്ത് അതിന്റെ റോഡ് സൈഡ്, അതിന്റെ ഫോറസ്റ്റിന് 2 പാത്തുകൾ എങ്ങനെയാണ് അവര് സംരക്ഷിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ഒരു പ്ലാസ്റ്റിക് പോലും നമുക്ക് കിട്ടൂല, കാരണം അത്ര സ്ട്രിക്റ്റ് ആണ് അവര്. അങ്ങനെ ഹൈ ഫൈനാണ് അവര് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനൊരു പേടിയാണ് അവിടെ എടുക്കുമ്പോൾ. വീട്ടിൽ നിന്നൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഉദാഹരണം പറയാട്ടോ, നാടുകാണിയിലൂടെ പോകുന്ന സമയത്ത് തമിഴ്നാട് ബോർഡർ എത്തിയാലേ അവിടെ തമിഴ്നാട് ബോർഡർ ആണ്. വീട്ടിൽ നിന്ന് തന്നെ പറയാം, നമുക്ക് കുക്കൊന്നും കൊണ്ടാണ്ട, അതെ, ബോട്ടിൽ യൂസ് ചെയ്യണ്ട, ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പോലീസ് വരും എന്നൊക്കെ ആ ചിന്ത വരുന്നത് തന്നെ അവർ കൊടുക്കുന്ന ഒരു അവയർനെസ് ആണ്, ബോധവൽക്കരണമാണ്. പക്ഷെ നമ്മളത് അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ഒക്കെ നന്നാവും. ഇപ്പോൾ ഞാൻ നാടുകാണിത്തെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ അതെടുത്തില്ലേ, ആനന്റെ പ്ലാസ്റ്റിക് കഴിക്കുന്ന സാധനം എടുത്തില്ലേ, മാതൃഭൂമി ന്യൂസിൽ ഇതിലൊക്കെ നമ്മൾ കൊടുത്തിരുന്നു, കുറെ ചാനലിൽ കൊടുത്തിരുന്നു. അപ്പോൾ അതിന്റെ അടിയിൽ കുറെ കമന്റുകൾ എന്താ അറിയോ, ആനക്ക് പ്ലാസ്റ്റിക് ഭക്ഷണം കിട്ടിയിട്ടാണ് പനമ്പട്ട വെട്ടി കൊടുത്തൂടെ. ശാശ്വതമായിട്ടുള്ള ഇതിന്റെ ഒരു അറിവ് കിട്ടാത്തോണ്ട് ആനക്ക് അവിടെ കഴിക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. സ്വാഭാവിക വനങ്ങളിൽ ഇത് കണ്ടില്ലേ, ഇപ്പൊ ഈ മുളങ്കാടുകളൊക്കെ പറഞ്ഞ അല്ലേ, ചെറിയ ഈ കാടുകളൊക്കെ ആനയുടെ ഭക്ഷണം ആണ്. നമ്മളെ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, കാട്ടിൽ എത്ര പനമ്പട്ടുണ്ട്, ആനന്റെ ഭക്ഷണം എന്ന് പറയുന്ന പനമ്പട്ടയല്ല ശരിക്ക്. അത് നമ്മൾ നാട്ടിൽ കൊടുങ്ങാണ്ട് മെരുക്കിങ്ങാണ്ട് അത് കൊടുക്കുമ്പോ അങ്ങനെ ആകുകയാണ്. നമ്മളെ ഭക്ഷണം ഇപ്പൊ ഉദാഹരണത്തിന് ചോറല്ല എന്ന് വിചാരിച്ചോ, നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ ഫ്രൂട്ട്സ് എന്തെങ്കിലുമാണ് കഴിച്ചാൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ചോറല്ല നമ്മളെ ഭക്ഷണം. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇനി എന്ത് തരികയാണ്, ചോറ് തരികയാണ്. ചോറ് മാത്രമേ തരുന്നുള്ളൂ, ഫ്രൂട്ട്സ് തരുന്നില്ല. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഫ്രൂട്ട്സ് മാത്രം അല്ല ചോറ് മാത്രം കഴിക്കും. അതേ ഒരു സിറ്റുവേഷനാണ് ശരിക്കും ആനക്കും. ശരിക്കും ആനന്റെ ഭക്ഷണം എന്ന് പറയുന്നത് പുല്ല്, പിന്നെ ഓടമുളകളൊക്കെ അല്ലേ, ഓടമുളകള്, പിന്നെ ആണ്ടമുളകള്, ഓടക്കാടുകളിലുള്ള സാധനങ്ങൾ, പുല്ലുകള്. ഇപ്പോൾ ഒരാന നാട്ടിൽ ഇറങ്ങുകയാണെങ്കിൽ ഒരു പന തള്ളിയിടുകയാണെങ്കിൽ അതിന്റെ പനമ്പട്ട തിന്നുണ്ടോ നോക്കിയാൽ മതി, ഇല്ല. തെങ്ങ് തള്ളിയിടുകയാണെങ്കിൽ തെങ്ങിന്റെ പനമ്പട്ട തിന്നുന്നുണ്ടോ, അല്ല തെങ്ങിന്റെ പട്ട തിന്നുന്നുണ്ടോ നോക്കിയാൽ മതി, തിന്നുന്നില്ല. ആ തെങ്ങിന്റെ ഉള്ളത്തെ ചോറ്. ആനക്ക് വേറൊരു ഓപ്ഷൻ കിട്ടുന്നില്ലല്ലോ, ചെങ്ങലയിട്ട് തിളച്ചു വെച്ച ആനക്ക്
തളച്ചിട്ടൊരു ആനക്ക് മുന്നിൽ കിട്ടുന്ന എന്താണോ അത് ഭക്ഷണമാക്കുകയാണ്. പിന്നെ അതാണ് ഭക്ഷണം എന്ന് പിന്നെ നമ്മൾ തീരുമാനിക്കുകയാണ്. അല്ല, ആനന്റെ ഭക്ഷണം പഴംപട്ടിയാണെന്ന് നമ്മൾ തീരുമാനിച്ചുകൊണ്ടാണ്. അതല്ല അല്ല. പോരെ